പെയ്തൊഴിയാത്ത കണ്ണുനീരിനെ നിറപുഞ്ചിരിയോടെ അതിജീവിച്ച ചാരുവിന്റെ കഥ പെയ്തൊഴിയാതെ ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ദേവിക്ക് കാണാനില്ല. ദേവിക്ക് ഈ ഭൂമിയിൽ ജീവനോട് ഉണ്ടോ ഇല്ലെന്ന് പോലും എനിക്കറിയത്തില്ല. പ്രേമ, ഇവര് എന്റെ ചേച്ചി, ഈ രാക്ഷസി, ഇവരാ ദേവികയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത്. അളിയ, ഇവരെ വിശ്വസിച്ച ദേവിക വീട്ടിൽ നിന്ന് വന്നത്. പറ, എന്റെ ദേവിക എവിടെ? എനിക്കറിയില്ലട സിദ്ധു, സത്യമായിട്ടും. നിനക്കറിയോടി? എടി, അറിയോന്ന്? എനിക്കെങ്ങനെ അറിയാം? സിദ്ധു എന്താ ഭ്രാന്ത് പിടിച്ചോ? പ്രേമിച്ച് ദേവികയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത്. അപ്പൊ പ്രേമിച്ചോട് ചോദിക്ക് ദേവിക എവിടെയാണെന്ന്. പറയടി, ദേവികയെ കണ്ടോ? ഇല്ലച്ചാ. കണ്ടച്ചാ. എന്നിട്ട് എവിടെയാണ് ദേവിക? അവളെ കണ്ടു, സംസാരിച്ചു. അല്ലാതെ അവള് ചത്തുപോയോ കെട്ടുപോയോ എന്നൊന്നും എനിക്കറിയില്ല. ചത്തെങ്കി ചാവട്ടെ. ഈ കുടുംബത്തിൽ ഓരോ നിമിഷം സമാധാനം ഇല്ലാതാവുന്നത് അവൾ ഒറ്റ കാരണമല്ലേ? എടാ സിദ്ധു, എന്റെ അച്ഛനിപ്പ എന്നെ കൈവച്ചതിന്റെ കാരണം അവൾ ഒറ്റ. എടാ, അവള് നശിച്ചു പോവടാ, ചത്തു പോവടാ. അവളെ നീ ഇനി ജീവനോട് കാണത്തില്ലടാ. എന്റെ കുടുംബത്തിന്റെ സമാധാനം കളയുന്ന ഭൂദേവി. ഡോക്ടറെ, നിരഞ്ജൻ ഡോക്ടറെ, നിരഞ്ജൻ ഡോക്ടറെ, ഡോക്ടറെ. എന്തു പറ്റി മനോഹര? സാറേ, ഒരു പ്രശ്നമുണ്ട്. നിരഞ്ജൻ ഡോക്ടറെ എന്ന് വിളിക്കാവോ? നിരഞ്ജൻ, നിരഞ്ജൻ, നിരഞ്ജൻ. ഡോക്ടറെ. സുധീയുടെ അച്ഛനോ? എന്തു പറ്റി? എന്താ ഈ നേരത്ത്? ഡോക്ടറെ, ഞാൻ ഒരുപാട് വിളിച്ചിരുന്നു, ഫോണിൽ കിട്ടുന്നില്ലായിരുന്നു. എന്തു പറ്റി? അത് പറയേ. ദേവിക മോളെ കാണാനില്ല ഡോക്ടറെ. കാണാനില്ലെന്നോ? ഇക്കാര്യം ഞാൻ സിദ്ധുവിനെ വിളിച്ച് ആദ്യം പറഞ്ഞത്. പിന്നീട് വിളിച്ച് പറഞ്ഞത് സിദ്ധു നെഞ്ചുവേദന കൂടി കുഴഞ്ഞു വീണ് ആശുപത്രി കൊണ്ടുപോയെന്ന്. അയ്യോ. പിന്നെ എന്ത് ചെയ്യണം, എവിടേക്ക് പോകണമെന്ന് എനിക്ക് അറിയത്തില്ല ഡോക്ടറെ. അതാ ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ഞാനിങ്ങോട്ട് ഓടി വന്നത്. സിദ്ധു എനിക്കെൻ്റെ മോന, ദേവിക മോളും.
എനിക്ക് ഭയമാവുന്നു ഡോക്ടറെ. മനോഹരൻ ഇങ്ങനെ ഭയക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയേ. സാറേ, സിദ്ധുവിന്റെ ചേച്ചി പ്രേമയ്ക്ക് ദേവിക മോളോടെന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെയാ മോള് വീട്ടിൽ നിന്ന് പോയത്. എന്നിട്ട് സിദ്ധുവിന്റെ ചേച്ചിയോട് ചോദിച്ചില്ലേ? ദേവിക മോളെ കണ്ടിരുന്നെന്ന് ആ കൊച്ചു സമ്മതിച്ചു. പക്ഷെ അവരപ്പം തന്നെ പിരിഞ്ഞെന്ന്. പ്രേമയല്ലേ ആള്, അപ്പൊ എന്തോ ചതിയുണ്ട്. ഡോക്ടറെ, എനിക്കെന്റെ ദേവിക മോളെ വേണം ഡോക്ടറെ. എവിടെയായിരിക്കും എൻ്റെ കുഞ്ഞിപ്പോ? ഇരുന്ന് ആടാതെ നിന്റെ കണ്ണു തുറന്ന് നോക്കടി. ഞാൻ 2 വർഷം കിടന്ന് നരകിച്ച ഈ സ്വർഗം കാണാനായിട്ടാ നിന്നെ കൊണ്ടുവന്നത്. എന്താടി നീ ഇങ്ങനെ പുറകെ പതുങ്ങി നിൽക്കുന്നത്? ഇവളോട് നിനക്ക് പെട്ടെന്ന് എന്തോ ഒരു സിമ്പതി ഉണ്ടായതുപോലെ തോന്നുന്നുണ്ടല്ലോ. അല്ല മാഡം, അങ്ങനെയൊന്നുമില്ല. സെഡേറ്റീവ് വല്ലതും കൊടുക്കണോ മാഡം? വേണ്ട, നല്ല ബോധത്തോടെ തന്നെ ഇവളിവിടെ കിടക്കണം. എന്നാലല്ലേ മെന്റൽ അസൈലത്തിന്റെ സെല്ലിൽ കിടക്കുമ്പോഴുള്ള സുഖം ഇവക്ക് കിട്ടൂ. കിടക്കടി നീ ഇവിടെ. ഞാൻ 2 വർഷം കിടന്നെടുത്ത് നിന്നെ 2 ദിവസമെങ്കിലും കിടത്തിയില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല.